ബോബി ചെമ്മന്നൂർ പറഞ്ഞത് തെറ്റ്. അതേപോലെ ആ സ്പോട്ടിൽ തന്നെ പ്രതികരിക്കാതിരുന്നതും തെറ്റ്. അപ്പൊ തന്നെ അവിടെ ചിരിച്ചോണ്ട് നിൽക്കാതെ നല്ല രീതിയിൽ നിങ്ങൾ മറുപടി കൊടുക്കണമായിരുന്നു. 90% സ്ത്രീകളും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇനോഗ്രേഷന് പോവാറ്. എക്സ്പോസ് ചെയ്തുകൊണ്ട്, ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിന് വരുന്നു. പണം കിട്ടിയത് കൊണ്ട് എന്തും സഹിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. ഹായ്, മുബിന നിജാസ് ആണ്. ബോബി ചെമ്മന്നൂർ അങ്ങനെ അറസ്റ്റിലായിരിക്കുകയാണ്. വളരെ നല്ല കാര്യം. തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ചിത്രീകരിച്ചിരിക്കുന്ന രീതി കുറച്ചു കൂടിപ്പോയോ എന്നൊരു സംശയം. ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയെ പോലെ അല്ലെങ്കിൽ പീഡന പ്രതിയെ പോലെയൊക്കെയാണ് ഇപ്പോൾ ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. പക്ഷെ തെറ്റ്, ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് തന്നെയാണ് എന്ന് കരുതി നമുക്ക് ഒരു വശം മാത്രം നോക്കിയാൽ പോരാ, രണ്ട് വശങ്ങളും നോക്കിയേ മതിയാകൂ. ഇവിടെ ഇപ്പോ ഈ ബോബി ചെമ്മന്നൂരിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? ഡ്യുവൽ മീനിങ്ങിൽ സംസാരിച്ചു എന്നുള്ളൊരു കാര്യത്തിനാണ്. ശരിയല്ലേ? അദ്ദേഹം പീഡനം ഒന്നും ഇതുവരെ നടത്തിയതായിട്ട് അറിവിലില്ല, ഇനി അറിയില്ല. പക്ഷെ എന്നാലും ഡ്യുവൽ മീനിങ്ങിൽ പൊതുവേദിയിലല്ല, പേഴ്സണലി ഒരാളോട് സംസാരിച്ചാൽ പോലും അത് ശരിയല്ല, അങ്ങനെ പാടില്ല. ഇപ്പോ എൻ്റെ അടുത്ത്, ഞാനൊരു സ്ത്രീയാണ്, എൻ്റെ അടുത്ത് ഒരാൾ വന്ന് ഇതുപോലെ മോശമായി പെരുമാറുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഡ്യുവൽ മീനിങ്ങിൽ പറയുകയോ ചെയ്താൽ ഞാൻ ഒബ്വിയസ്ലി ആ സ്പോട്ടിൽ തന്നെ അപ്പൊ തന്നെ എന്ത് ചെയ്യും? മറുപടി കൊടുക്കാൻ ശ്രമിക്കും. ഇനി മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മുഖത്ത് ആ ഒരു അനിഷ്ടം വ്യക്തമായിരിക്കും, ഞാൻ പ്രകടിപ്പിച്ചിരിക്കും. അതിപ്പം ലക്ഷങ്ങൾ രൂപ തരാന്ന് പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ ലക്ഷങ്ങൾ രൂപ നൽകി എന്നെ അവിടെ ആഡിനോ അല്ലെങ്കിൽ പ്രൊമോഷനോ വിളിച്ചതാണെങ്കിലും ശരി, ആ ഉടമ എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയാൽ എനിക്ക് സഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്തിനു സഹിക്കണം? എന്നെ പോലൊരു സാധാരണക്കാരിക്ക് സഹിക്കണമെങ്കിൽ പിന്നെ എന്തിനൊരു താരത്തിന് സഹിക്കണം? ഒരിക്കലും ആര് തെറ്റ് ചെയ്താലും പ്രതികരിക്കണം, വെയിറ്റ് ചെയ്യരുത്. പണം കിട്ടിയത് കൊണ്ട് എന്തും സഹിക്കേണ്ട ആവശ്യമൊന്നും ആർക്കുമില്ല. അത് എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല, ഇവൻ ഒരു താരത്തിനും ഇല്ല. അപ്പോ ഒരു അനിഷ്ടം കണ്ടാൽ അതിങ്ങനെ കണ്ടുകൊണ്ട് ചിരിച്ചിങ്ങനെ നിൽക്കുകയല്ല, പകരം എന്ത് ചെയ്യണം? സ്പോട്ടിൽ തന്നെ നല്ല ഉരുളക്കുപ്പേരി എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാനിങ്ങനെ തംസപ്പ് കൊടുത്തേനെ, ഡെഫിനറ്റ് ആയിട്ടും. ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്നൊരു കാര്യത്തെ ഇപ്പൊ പൊക്കിക്കൊണ്ടുവന്ന് കേസ് കൊടുത്തിരിക്കുകയാണ്. അത് കുറച്ച് മുൻപേ ആകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇത്രയും വൈകിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. സഹിക്കാം, പക്ഷെ അതിന് ഒരു പരിധിയുണ്ട്, അല്ലെ? ഇപ്പൊ ഈ സ്ത്രീക്കാണെങ്കിലും സഹിക്കാവുന്നതിന് പരമാവധി സഹിച്ച ശേഷമായിരിക്കാം കേസ് കൊടുത്തത്. പക്ഷെ എന്തിനും ഏതിനും ചേച്ച് തള്ളിക്കളയേണ്ട കാര്യമില്ല. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല എന്ന് മുഖത്ത് നല്ല രീതിയിൽ കാണിച്ചു കൊടുക്കണം. അപ്പൊ അവരെന്ത് ചെയ്യും? പിന്നീട് ആവർത്തിക്കാതിരിക്കും. അത് സ്പോട്ടിൽ പബ്ലിക് ആയിട്ടാണെങ്കിൽ പബ്ലിക്കായി തന്നെ ചെയ്യണം, അല്ലാതെ പിന്നെ മാറി നിന്നിട്ട് പോയി പറയേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞത് പബ്ലിക് ആണെങ്കിൽ ഇവരും എന്ത് ചെയ്യണം? പബ്ലിക് ആയിട്ട് അത് റെസ്പോണ്ട് ചെയ്യണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തില് ഒരുപാട് ഇതുപോലെ ഇനോഗ്രേഷൻസ് നടക്കുന്നുണ്ട്, ശരിയല്ലേ? ഒരുപാട് ഇനോഗ്രേഷൻസ് ഉണ്ട്. അതിൽ താരങ്ങൾ പോകുന്നുണ്ട്, ഇവൻ യൂട്യൂബേഴ്സ് പോകുന്നുണ്ട്, സീരിയൽ നടിമാര് പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് താരങ്ങൾ പോകുന്നുണ്ട്, ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അതില് ഭൂരിഭാഗവും 90% സ്ത്രീകളും മാന്യമായ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ഇനോഗ്രേഷന് പോവാറ്. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? 90% കേട്ടോ. ബാക്കി 10% ഞാൻ മാറ്റി നിർത്തുകയാണ്. അപ്പൊ ഈ 90% ആളുകളും എല്ലാ സമയത്തും നല്ല വസ്ത്രം ധരിക്കുന്നവരാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ സ്ക്രീനിൽ ചിലപ്പോൾ മോശമായ വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്ത് ഡ്രസ്സും അവർക്ക് ധരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് മോശമാണോ നല്ലതാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവര് എപ്പോഴും ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് ആയിരിക്കില്ല ധരിച്ചിരിക്കുക. സ്ക്രീനിൽ അല്പവസ്ത്രം ധരിച്ചിട്ടുണ്ടാവാം എന്ന് കരുതി ഇനോഗ്രേഷന് വരുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? കാരണം ജനങ്ങളുടെ മുൻപിൽ വരുമ്പം നമ്മൾ ചെയ്യേണ്ട ഒരു മാനറിസം അല്ലെങ്കിൽ നമ്മൾ ധരിക്കേണ്ട ഒരു വസ്ത്രമുണ്ട്. അതിപ്പം പർദ്ദയിട്ട് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ നിങ്ങൾക്കറിയാലോ, നമുക്ക് നമ്മുടെ ശരീരം മറക്കേണ്ട രീതിയിൽ മാന്യമായി എക്സ്പോസ് ചെയ്യാതെ ധരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ 10% സ്ത്രീകളില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഉദ്ഘാടനത്തിന് വരുന്ന താരങ്ങൾ, അവരെന്താണ് ചെയ്യുന്നത്? മറ്റുള്ള 90% സ്ത്രീകൾ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരുടെ അട്രാക്ഷൻ, പ്രത്യേകിച്ച് പുരുഷന്മാരുടെ അട്രാക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്തുകൊണ്ട്, ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിന് വരുന്നു. ഇങ്ങനെ വസ്ത്രം ധരിച്ച് ഉദ്ഘാടനത്തിന് വരുമ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? മാക്സിമം ആളുകൾ വരിക, മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ട്. ശരിയല്ലേ? അതിലെടുത്തു പറയേണ്ടത് പുരുഷന്മാർ തന്നെയാണ് കൂടുതലായിട്ടും ഇതൊക്കെ കാണാൻ വരുന്നത്, അല്ലാതെ സ്ത്രീകളൊന്നും അല്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾ വരുമ്പം ജനങ്ങൾ കൂടും. അതും ഒബ്വിയസ്ലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് ഇഷ്ടപ്പെടുന്ന ഈ ബിസിനസ്സുകാരുണ്ട്, അതായത് അവർക്ക് മാർക്കറ്റിംഗ് ആണ്, ആളുകൾ വരണം, അവരുടെ ആ ഒരു ഇനോഗ്രേഷൻ എല്ലാവരും അറിയപ്പെടണം. അത് നെഗറ്റീവായിട്ടും വരാം. പോസിറ്റീവായിട്ട് വരുന്നത് 90% ഞാൻ പറഞ്ഞ രീതിയിൽ, 10%
നെഗറ്റിവിറ്റി, അതായത് നെഗറ്റിവിറ്റി കൊണ്ട് പബ്ലിസിറ്റി നേടുക എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ശരീരം അത് മറച്ചു വെക്കണോ അല്ലെങ്കിൽ കാണിക്കണോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങളാണ്. അതിനകത്തൊന്നും ഞാൻ പറയുന്നില്ല, ഫുൾ ഫ്രീഡം ഉണ്ട്. ഓക്കെ, പക്ഷേ എക്സ്പോസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അപ്പോൾ അതിനെ ഫേസ് ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ നെഗറ്റിവിറ്റി ഫേസ് ചെയ്യാനും തയ്യാറായിരിക്കണം. അത്രേ പറയാനുള്ളൂ. കാരണം ചില ഭാഗങ്ങൾ മറക്കേണ്ടത് തന്നെയാണ്. അത് കാണിച്ചത് കൊണ്ട് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, മറ്റൊന്ന് അതായത് കാണുന്ന പുരുഷന്മാർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, ശരിയല്ലേ? അല്ല, സ്ത്രീകളാരും ഈ എക്സ്പോസ് ചെയ്തത് കണ്ടിട്ട് ഹായ് നല്ല ഭംഗിയുണ്ടല്ലോ എന്നൊന്നും പറയാൻ നിൽക്കത്തില്ല. പുരുഷന്മാർ മാത്രമേ അത് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പോ ഇത് കാണിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ സന്തോഷവും കാണുന്നവരുടെ സന്തോഷവും ഓക്കെ, അത് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്തവരുടെ കമന്റ്സും നെഗറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കും ഉൾക്കൊള്ളാൻ സാധിക്കണം. അത് മാന്യമായിട്ടായിരിക്കണം കേട്ടോ. ഇപ്പൊ ഒരു വീഡിയോയിൽ പോയിട്ട് എന്ത് കമന്റും ഇടാം എന്നുള്ളതല്ല, മാന്യമായ രീതിയിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അല്ലാതെ വൃത്തികേട് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുക്കേണ്ടതാണ്. അതൊരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. പക്ഷെ നെഗറ്റീവ് ഫീഡ്ബാക്ക് അത് ഉൾക്കൊള്ളാനുള്ള ശേഷി കൂടി ഇവർക്ക് വേണം. പിന്നെ ഇതുപോലെ പബ്ലിക്കായി വന്നിട്ട് ഡബിൾ മീനിങ് പറയുക ഒരിക്കലും ശരിയല്ല. എന്തിനാണ് വിളിച്ചു വരുത്തി അപമാനിക്കേണ്ട ആവശ്യം? വേണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വിളിക്കരുത്, അല്ലെ? ബോബി ചെമ്മന്നൂറിന് ഈ പറഞ്ഞ സ്ത്രീയെ ഇഷ്ടമില്ല അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം ഇഷ്ടമില്ല എങ്കിൽ എന്തിന് ഉദ്ഘാടനങ്ങളിൽ വിളിക്കുന്നു? ഈ ബോബി ചെമ്മന്നൂർ മാത്രമല്ല, മറ്റുള്ള ആൾക്കാരെയും കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്തിനു വിളിക്കണം? വേറെ ആൾക്കാരെ വിളിക്കുക. അപ്പൊ വിളിച്ചു വരുത്തി അപമാനിക്കുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ ഇവിടെ ഇപ്പം ഭയങ്കരമായ ചർച്ച നടക്കുകയാണ്. എന്ത്, ബോബി ചെമ്മന്നൂർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകൾ ഒരുപാടുണ്ട്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അദ്ദേഹവും മനസ്സിലാക്കി മാപ്പും പറഞ്ഞു. പക്ഷെ ഇവിടെ മറ്റു വശങ്ങൾ നോക്കുക. നമ്മള് എന്ത് വേണം, നമുക്ക് നെഗറ്റിവിറ്റി വരാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം ചെയ്തു വെച്ച് നെഗറ്റിവിറ്റി ഉണ്ടാക്കിയ ശേഷം അതില് പിന്നെ നമ്മൾ കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോ ഇനോഗ്രേഷൻ ആണ്, ശരിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വൃത്തികേടുകളും കാണിക്കുക എന്നുള്ളതല്ല. കൺസിഡർ പബ്ലിക് എന്ന് പറയുന്നത് അതില് പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളും ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് പോലും കാണാൻ കഴിയാത്ത രീതിയിലുള്ള വസ്ത്രധാരണം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത് നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ ഹോളിവുഡ് ഒന്നുമല്ല, നമ്മുടെ കേരളമാണ്. നമ്മുടെ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു തനിമയുണ്ട്. അത് എത്ര നിങ്ങൾ എന്തൊക്കെ രീതിയിൽ വസ്ത്രത്തെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞാലും ശരി, അല്ലെങ്കിൽ എന്ത് വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാം എന്നൊക്കെ പറഞ്ഞാലും ശരി, നമ്മുടെ കേരളത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു തനിമയും പവിത്രതയും ഉണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം ഓക്കെ, അത് തന്നെയാണ് അതിന്റെ മെയിൻ അട്രാക്ഷൻ. അപ്പൊ അതൊരു ബോളിവുഡ് അല്ലെങ്കിൽ ഹോളിവുഡ് രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതില്ലാതാവുകയാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, അതിൽ ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ. ഇനി അതിന്റെ പേരിൽ ആരും ഒന്നിനെ ട്രോൾ ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോ, ഒന്നും പ്രശ്നമല്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് പബ്ലിക്കിൽ വരുമ്പോൾ, അതും ഇത്രയും ജനങ്ങൾ വരുന്ന ഒരു സ്ഥലത്ത് കുറച്ച് എന്താ പറയുക, എക്സ്പോസ് കുറയ്ക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. നമ്മൾ എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ വൃത്തിയിൽ ചെയ്തു കഴിഞ്ഞാൽ മാക്സിമം നെഗറ്റിവിറ്റി വരാതിരിക്കും. പബ്ലിസിറ്റി വേണം, പക്ഷെ അത് പോസിറ്റീവായിട്ട് കിട്ടുക, നെഗറ്റീവായിട്ടല്ല. ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നമുക്ക് കുറെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതിപ്പോ ഞാനായാലും നിങ്ങളായാലും ഈ പറഞ്ഞ ഏത് സിനിമാ താരമായാലും ശരി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില്ലേ അതിനുള്ളത് ചിലപ്പം ഭാവിയിൽ കിട്ടിയെന്ന് വരും. അത് കിട്ടാതിരിക്കണമെങ്കിൽ ശ്രദ്ധിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. എന്തായാലും മാന്യമായുള്ള രീതിയിൽ കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.